ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തൊഴിലാളി ജോയിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി ഇപ്പോൾ തുടരുന്നുണ്ട്. പ്രതീഷിലേക്ക്. രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ്, അല്ലെങ്കിൽ കടന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ പറയാൻ കഴിയുന്ന കാര്യം. കാരണം ശ്രമകരമായ ഒരു ദൗത്യം രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു കാര്യമായൊരു പുരോഗതി ഈ നിമിഷങ്ങളിൽ പോലും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്താണ്, അതായത് പവർ ഹൗസ് റോഡിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇന്നലെ രാവിലെ തൊഴിലാളി ജോയി അകപ്പെട്ട ആ ടണലിൻ്റെ മറുഭാഗത്താണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതാണ് ആ എക്സിറ്റ് ടണൽ. അവിടെ നിന്ന് വെള്ളം എത്തി ഈ ടണലിലൂടെ പുറത്തേക്കാണ് പോകുന്നത്. ഇതാണ് ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു ഗതി. 117 മീറ്ററോളം റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് ഈ കാണുന്ന എക്സിറ്റ് ടണലിലൂടെയാണ് ആമയിഴഞ്ചാൻ തോട് പുറത്ത് പോയി പിന്നീട് കണ്ണമൂലയിലെത്തി ആക്കുളം കായലിൽ പതിക്കുന്നതാണ് 12 കിലോമീറ്റർ ദൂരമുള്ള ആമയിഴഞ്ചാൻ തോട്. അവിടെയാണ് ജോയി അകപ്പെട്ട് ഇപ്പോൾ 32 മണിക്കൂറാകുന്നു. അപ്പോഴും വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പല ടീമുകളായി തിരിഞ്ഞ് നടത്തിയെങ്കിൽ കൂടിയും ജോയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യാതൊരു തരത്തിലുള്ള ഒരു പുരോഗതിയോ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയും ഈ നിമിഷം പങ്കുവയ്ക്കാനില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനഘട്ട പരീക്ഷണം എന്ന രീതിയിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ നിന്ന് ശക്തിയായി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുകയാണ്. ഈ പമ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ടണലിനുള്ളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, മാലിന്യങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരും. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ജോയി ആ ഘട്ടത്തിൽ വീണ സമയത്ത് ഈ എക്സിറ്റ് ടണൽ കഴിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി ഇതിലൂടെ പരിശോധിക്കുകയാണ്. ആ സമയത്ത് ജോയി അകപ്പെട്ട ഇന്നലെ രാവിലെ ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നത്. വലിയ അടിയൊഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ജോയി പോയിട്ടുണ്ടോ എന്ന സാധ്യത പരിശോധിക്കും. അല്പസമയം മുമ്പ് പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടിയും ഇക്കാര്യം പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഈ പരിശോധനകൾ മുഴുവൻ നടന്നത് 117 മീറ്റർ ദൈർഘ്യമുള്ള ആ ടണലിലായിരുന്നു. ആ ടണലിൻ്റെ പല ഭാഗങ്ങളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും തന്നെ കൃത്യമായി അവർക്ക് ഈ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിന് തടസ്സമായി നിന്ന പല ഘടകങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. മാത്രമല്ല ഓരോ ഭാഗത്ത് ഇറങ്ങുമ്പോഴും അതിൽ ഒരു നിശ്ചിത ദൂരം മാത്രമേ ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് പോകാൻ കഴിയുന്നുള്ളൂ. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ഏറ്റവും ദുഷ്കരമായ കാര്യം. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അടക്കം ടണലിലേക്ക് പ്രവേശിച്ച് അവിടെ പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. 20 മിനിറ്റ് മുങ്ങൽ വിദഗ്ധർ ഈ ടണലിനുള്ളിൽ പോവുകയും തിരച്ചിൽ നടത്തി തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. പിന്നീട് അടുത്ത സംഘം പരിശോധന നടത്തും. അങ്ങനെ തുടർച്ചയായി പല സംഘാംഗങ്ങൾ പരിശോധന നടത്തിയിരുന്നു. ഈ ടണലിന്റെ മുൻഭാഗത്ത് പരിശോധന നടത്തി കാര്യമായൊരു പുരോഗതിയൊന്നും കണ്ടില്ല. പക്ഷേ രാവിലെ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗം കണ്ടെന്ന ഒരു സൂചന ലഭിച്ചിരുന്നു. അപ്പോൾ ഒരു പുരോഗതി ഉണ്ടായതായി വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോഴും വലിയ തരത്തിലുള്ള ഒരു പ്രയത്നം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് മനുഷ്യ ശരീരം അല്ലായിരുന്നു എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. അങ്ങനെ അവിടെ നടത്തിയ തിരച്ചിലും വിഫലമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ മാൻഹോളുകൾ കേന്ദ്രീകരിച്ച തിരച്ചിൽ ഊർജിതമാക്കിയത്. അവിടെയും മണിക്കൂറുകളോളം ഈ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു. അപ്പോഴും ഒരു അധിക ദൂരത്തേക്ക് ഇവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഏകദേശം 100 മീറ്ററിലധികം ഇവർക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ജോയിയെ കണ്ടെത്താൻ കഴിയുന്ന, ജോയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഹിന്റും നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവസാന ഒരു പ്രതീക്ഷ എന്ന നിലയിലാണ്, അല്ലെങ്കിൽ അവസാനഘട്ട ഒരു നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ശക്തിയായി വെള്ളം പമ്പ് ചെയ്യുന്നത്. മാൻഹോളിൽ നിന്ന് ശക്തിയായി വെള്ളം പമ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തേക്ക്, അതായത് എക്സിറ്റ് ടണലിന്റെ ഭാഗത്തേക്ക് മാലിന്യങ്ങളും മറ്റു വസ്തുക്കളും എത്തുമെന്നതാണ് ഫയർഫോഴ്സ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങി ഏകദേശം
അരമണിക്കൂർ പിന്നിട്ടിട്ടും ഈ കാര്യമായ മാലിന്യങ്ങളോ മറ്റു വസ്തുക്കളോ അധിക വെള്ളമോ ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം മാലിന്യം ഈ ടണലിനുള്ളിൽ അടിഞ്ഞു കിടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിൻ്റെ ടണലിൻ്റെ മുൻഭാഗത്ത് നിന്ന് വലിയ, അതായത് എത്രയോ ലോറി മാലിന്യമാണ് അവിടെ നിന്ന് നീക്കം ചെയ്തത്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി മാലിന്യം ഈ ടണലിനുള്ളിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ പോലും എത്രത്തോളം മാലിന്യ കൂമ്പാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഈ അപകടത്തെ തുടർന്ന് കുറച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് എൻ്റെ വലതുഭാഗത്ത് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതായത് ഒരു ദിവസം കൊണ്ട് നീക്കം ചെയ്ത ഒരു മാലിന്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരു മല പോലെ ഒരു മാലിന്യം ഇവിടെ കൂടിക്കിടക്കുന്നു. ഒരു ദിവസം കൊണ്ട് മാത്രം ഈ തോട്ടിൽ നിന്ന് നീക്കം ചെയ്ത മാലിന്യം എന്നതാണ് ഈ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പറയുന്നത്. അത്രത്തോളം ദയനീയമാണ് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്. കാരണം ഒരു കാലത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ വലിയ അലങ്കാരമായി പറഞ്ഞിരുന്ന ഒരു തോട് കൂടിയായിരുന്നു ആമയിഴഞ്ചാൻ തോട്. പക്ഷേ ആ തോട്ടിലേക്ക് ഇന്ന് ഒന്ന് നോക്കാൻ പോലും കഴിയാത്ത, അതിൻ്റെ അടുത്തുകൂടി പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചു. അതിൻ്റെ ഉത്തരവാദിത്തം ആര് എന്ന തരത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പരസ്പരം വലിയ വാദപ്രതിവാദങ്ങൾ, പഴിചാരലുകൾ ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഒരു രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുമായി കുറേ പേർ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, ആ ഊണം ഉറക്കവും പോലും ഇല്ലാതെ കുറേ മനുഷ്യർ ജോയിക്ക് വേണ്ടി അത്രത്തോളം തിരച്ചിൽ നടത്തുന്നു. പക്ഷേ യാതൊരു തരത്തിലൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പക്ഷേ അപ്പോഴും അവർക്ക് ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ തിരച്ചിൽ തുടരുക തന്നെ ചെയ്യുമെന്നതാണ് നിലവിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. വിശ്രമമില്ലാതെയാണ് കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ ജോലി ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആ ജോലി തുടരുകയാണ്. ഏതെങ്കിലും ഒരു സാധ്യത ജോയിയെ കണ്ടെത്താൻ ഉണ്ടോ എന്നതാണ് ഓരോ നിമിഷവും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന കാര്യം. അവർക്ക് പിന്തുണയുമായി NDRF സംഘമുണ്ട്. ഒപ്പം വിവിധ വകുപ്പുകൾ ഈ മണിക്കൂറിൽ അല്ലെങ്കിൽ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നതും ഒരു സന്തോഷകരമായ കാര്യമാണ്. വൈകിയാണെങ്കിലും പല വകുപ്പുകളുടെയും ഒരു ഇടപെടൽ, ഒരു ഏകോപനം ഈ അപകടത്തിന് പിന്നാലെ ഉണ്ടായി എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ ആ ഒരു ഏകോപനം ഇന്നലെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രത്തോളം രക്ഷാപ്രവർത്തനം ദുസ്സഹമാകില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം വൈകില്ലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഇന്നലെ കുറച്ചുകൂടി അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന്. പക്ഷേ ഏകോപനം എല്ലാം തന്നെ ഉണ്ടാകാൻ സമയമെടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സഹകരണം ഇപ്പോൾ ഉണ്ട് എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതാ ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് അത്തരത്തിലൊരു നടപടികളിലേക്ക് കടന്നത്. കാരണം ആ ഒരു റെയിൽവേയുമായി ആശയവിനിമയം നടത്തുകയും ആ ഒരു സഹകരണം ഉറപ്പാക്കുകയും ചെയ്തത് ഇന്ന് രാവിലെയാണ്. കാരണം അത്തരത്തിൽ ഒരു കാലതാമസം ഉണ്ടായി എന്നത് ഏറ്റവും യാഥാർത്ഥ്യമാണ്. അതിനൊപ്പം തന്നെ ഈ മാലിന്യ പ്രശ്നം നമുക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്തേ പറ്റൂ ഉന്മേഷ്. കാരണം എത്രയോ നാളുകളായി നിരന്തരം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ അതിരൂക്ഷമായ മാലിന്യ പ്രശ്നം. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ വലിയ പ്രഹസനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഒരു കാര്യവും ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യം. കാരണം ഓരോ വർഷവും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനുമായി കോടികളാണ് ചെലവാക്കുന്നത്. പക്ഷേ ആ ചെലവാക്കുന്ന കോടികളൊക്കെ എവിടെ പോകുന്നു എന്ന ചോദ്യമാണ് നിലവിൽ പൊതുജനം ഉൾപ്പെടെ ചോദിക്കുന്ന കാര്യം. അത്തരത്തിൽ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മഴക്കാലപൂർവ്വം ശുചീകരണം നടത്തിയ ഒരു തോടിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു തോടിൻ്റെ കാഴ്ച കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യം. കൃത്യമായൊരു ഒരു ശുചീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നോ നഗരസഭയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ അല്ലെങ്കിൽ ഒരു ദുരന്തം ജോയിയെ തേടി എത്തില്ലായിരുന്നു. ഇവിടെ നഷ്ടം ജോയിയുടെ കുടുംബത്തിന് മാത്രമാണ്. കാരണം ഒരു ദിവസവേതനക്കാരനായ ഒരു വ്യക്തി മാലിന്യം നീക്കം ചെയ്യാൻ ഇറങ്ങി അവിടെ അകപ്പെട്ടു പോയതാണ്. അതിൽ ആര് ഉത്തരവാദി എന്ന കാര്യത്തിൽ വലിയ ചോദ്യങ്ങൾ, വലിയ തർക്കങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മാലിന്യ പ്രശ്നം അതേപടി തന്നെ തുടരുകയാണ്. പലപ്പോഴും പല പരാതികൾ ഉൾപ്പെടെ ആളുകൾ ഉന്നയിച്ച കാര്യമാണ് ഈ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോഴൊന്നും തന്നെ കൃത്യമായി ഈ മാലിന്യം പരിഹരിച്ചിരുന്നില്ല. കാരണം എല്ലാ കാലത്തും ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നത് മഴ തുടങ്ങി എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം പലപ്പോഴും നടത്തുന്നത് ജൂൺ പകുതിയോടുകൂടിയാണ്. തിരുവനന്തപുരം നഗരത്തിലും അത് നടത്തിയത് ജൂൺ പകുതിയോട് കൂടിയാണ് എന്നതിൽ നിസ്സംശയം പറയേണ്ടി വരും. കാരണം ഈ അത്രത്തോളം കടുത്ത വേനലായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആമയിഴഞ്ചാൻ
തോടുൾപ്പെടെ വറ്റി വരണ്ട് കിടന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ വളരെ സുഗമമായ രീതിയിൽ ഇവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യാമായിരുന്നു, മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ റെയിൽവേയോ നഗരസഭയോ അനങ്ങിയില്ല. ആ ഉണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് കൂടി നയിച്ചതും. ആ ദുരന്തത്തിന്റെ ഫലമായി ഇത്രത്തോളം ആളുകൾ ഊണും ഉറക്കവും ഇല്ലാതെ ആരോഗ്യവും ഉൾപ്പെടെ കളഞ്ഞുകൊണ്ട് ഇത്രത്തോളം ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജോയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് സാധ്യമായ എല്ലാ സഹായങ്ങളും തേടും, സാധ്യമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങളും ഒപ്പം രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഫയർഫോഴ്സും അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ നേരം ഇരുട്ടുന്ന ഒരു സമയം കൂടിയാണ്. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നിലവിൽ ഈ ആമയിഴഞ്ചാൻ ഈ തോടിന്റെ എക്സിറ്റ് ഭാഗമായ ഇവിടെ ഇപ്പോൾ ലൈറ്റുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം രാത്രി അവിടെ നിന്ന് വെള്ളം ശക്തിയായി പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ജോയിയെ കണ്ടെത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ നിലയിൽ ഇവിടേക്ക് വരാനുള്ളൊരു സാധ്യത ഉൾപ്പെടെ രക്ഷാപ്രവർത്തകർ കാണുന്നുണ്ട്. അതിന്റെ ഫലമായി ഇവിടെ ലൈറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും 24 മണിക്കൂറും രക്ഷാപ്രവർത്തനം തുടർന്നില്ല എങ്കിൽ കൂടിയും 24 മണിക്കൂറും ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും നിരീക്ഷണം ശക്തമാക്കുമെന്ന് തന്നെയാണ്, നിരീക്ഷണം തുടരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നേവി എത്തുന്നതോടുകൂടി തന്നെ അവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. അല്പം വൈകാതെ തന്നെ അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ അവർക്കും ഈ കഴിഞ്ഞ ഇത്രത്തോളം 32 മണിക്കൂറായി ഈ ഫയർഫോഴ്സിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും നേവിക്ക് ചെയ്യാൻ കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. പക്ഷേ അതിന് തടസ്സമായി വെല്ലുവിളിയായി നിൽക്കുന്ന ഘടകങ്ങൾ, അതേ ഘടകങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ഉന്മേഷ ഇവിടെ. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കെ എത്രത്തോളം ഈ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിൽ എത്തുമെന്നതാണ് നമുക്ക് മുന്നിൽ ഉയരുന്നൊരു ചോദ്യം. കാരണം ഈ ഒരു മാലിന്യ നീക്കം നടത്താതെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാലിന്യം മാറാതെ ഈ ടണലിലേക്ക്, മാൻഹോളിലേക്ക് ഉൾപ്പെടെ ഇറങ്ങി കൂടുതൽ പരിശോധന നടത്തുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മാലിന്യ നീക്കം ഏതെങ്കിലും തരത്തിൽ നടത്തിയെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പുരോഗതി രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിനായുള്ള ഒരു പരിശ്രമം കൂടി നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. കാരണം ഈ നേരത്തെയൊക്കെ തന്നെ, ഇന്നലെയൊക്കെ തന്നെ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ മറുഭാഗത്ത് മാലിന്യം കൂടി നീക്കം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ഈ രക്ഷാപ്രവർത്തനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്, രക്ഷാദൗത്യം മാത്രമാണ് നടത്തിയത്. പക്ഷേ ഈ മഴ പെയ്യുന്നതോട് കൂടി തന്നെയും ഒപ്പം ചെറിയ ഒഴുക്കുള്ളപ്പോൾ മുകളിൽ നിന്ന് ആമയിഴഞ്ചാൻ തോടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മാലിന്യങ്ങൾ ഒലിച്ച് താഴേക്ക് വരുന്നുണ്ട്. ആ മാലിന്യങ്ങളും വന്ന് അടിയുന്നത് ഇതേ ടണലിൽ തന്നെയാണ്. അപ്പോൾ അത് കൂടുതൽ ഈ നിലവിലുണ്ടാകുന്ന സാഹചര്യം കൂടുതൽ ദുർഘടമാക്കുക കൂടി മാത്രമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത് കാര്യവും. എന്തായാലും നിലവിൽ സാധ്യമായ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ തുടരുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ ആ ഒരു രക്ഷാദൗത്യം തന്നെയാണ് ഇപ്പോൾ ഈ 32 മണിക്കൂർ പിന്നിട്ട് ഈ നിമിഷവും തുടരുന്നത്. ഈ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുള്ള നടപടി, ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ അവർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ഒരു നടപടികളിലേക്ക് കൂടി കടന്നിട്ടുള്ളത്. എന്തായാലും അധികം വൈകാതെ തന്നെ നേവി ഇവിടെ എത്തുമെന്നതാണ് ഇനി മുന്നിലുള്ള മറ്റൊരു പ്രതീക്ഷ. ഈ നേവിയുടെ കൂടി സഹായത്തോടെ, സഹകരണത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നേരം ഇരുട്ടുന്നു. ഇന്നലെ 7 മണിയോട് കൂടിയാണ് ഈ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പിന്നീട് ഈ പുലർച്ചയോട് കൂടിയാണ് മുങ്ങൽ വിദഗ്ധരടക്കം ഈ ടണലിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നടപടി ആയിരിക്കും ഇന്നും നടക്കാനുള്ളൊരു സാധ്യത. രാത്രിയായി കഴിഞ്ഞാൽ നേവി സംഘങ്ങൾക്കും ഇവിടെ ഇറങ്ങാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കും പരിചയമില്ലാത്ത ഒരു പ്രദേശം, ഒരു ടണലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി ചെന്ന് പരിശോധന നടത്തി തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്രത്തോളം സങ്കീർണമാണ്, അപകടം പിടിച്ച ഒരു ദൗത്യം കൂടിയാണ്. കാരണം ഇന്ന് ഈ ടണലിൽ ഇറങ്ങിയ മുങ്ങൽ വിദഗ്ധരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഉള്ളിൽ കണ്ട കാഴ്ചകൾ, അല്ലെങ്കിൽ ഉള്ളിൽ അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ചായിരുന്നു. കാരണം ഒരു തരത്തിലും ടണലിനുള്ളിലേക്ക് പോയി രക്ഷാപ്രവർത്തനം നടത്തി തിരിച്ചു വരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള
വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് എന്നതാണ് പറയുന്നത്. കാരണം ഈ മാലിന്യം അത്രത്തോളം അടിഞ്ഞുകൂടി നിൽക്കുന്നു. അതായത് ഈ വെള്ളത്തിനടിയിലും വെള്ളത്തിന് മുകളിലും മാലിന്യം കെട്ടി നിൽക്കുകയാണ്. ഒപ്പം താഴെ പാറ പോലെ മാലിന്യം, വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യം പാറ പോലെ അടിഞ്ഞുകൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിലൂടെയോ വെള്ളത്തിനടിയിലൂടെയോ ഈ മുങ്ങൽ വിദഗ്ധർക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ബുദ്ധിമുട്ടി ജീവൻ പണയം വെച്ചാണ് ഇത്രത്തോളം മണിക്കൂറുകൾ ഫയർഫോഴ്സ് സംഘം പരിശോധന നടത്തിയത്. ആ പരിശോധന വരും മണിക്കൂറുകളിലും വരും ദിവസവും, അതായത് ഇന്നുകൊണ്ട് തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ ഇന്ന് അത്തരത്തിൽ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിലവിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുവരെ നടത്തിയിരുന്ന രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമായി തന്നെ നാളെയും തുടരുമെന്നതാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുന്ന കാര്യം. എന്തായാലും നിലവിൽ എല്ലാ വകുപ്പുകളുടെയും പിന്തുണ ഈ രക്ഷാപ്രവർത്തകർക്കുണ്ട്. ഈ നാളെയും ഇത്തരത്തിൽ ദൗത്യം തുടരുക തന്നെ ചെയ്യുമെന്ന വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് അവധിയാണെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അത് സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല. അതേപോലെ തന്നെ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല എന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് കൂടി ചേരുകയാണ്. സലീം, സന്ധ്യ ഇരുട്ടി വരികയാണ്. നേവി സംഘം അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നു. ഈ സന്ധ്യ ആകുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമാകുമോ? അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, 31 മണിക്കൂറുകൾ, ആ 31 മണിക്കൂറുകൾ ഒരു മനുഷ്യജീവന് വേണ്ടിയുള്ള തിരച്ചിലിലാണ്. ഇവിടെ ഒരു സിസ്റ്റം ഒന്നാകെ ആ തിരച്ചിലിലാണ്. അതിന് പക്ഷേ അതിലേറ്റവും സങ്കടകരമായ സംഭവം അതിൽ ഇതുവരെയും ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ്. പക്ഷേ അപ്പോഴും ഈ മനുഷ്യരെടുക്കുന്ന എഫേർട്ട്, അതും അത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ, പ്രതികൂലമായ കാലാവസ്ഥയിൽ, ഏറ്റവും മോശം അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും മനുഷ്യർ ഒരു മനുഷ്യന് വേണ്ടി തിരച്ചിൽ നടത്തുന്നതെന്നുള്ളതാണ്. അതിൽ ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകാത്തത് അങ്ങേയറ്റം സങ്കടകരമാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന തിരച്ചിലിനും സ്ക്യൂബ ഡൈവിങ്ങിനും ഒടുവിൽ ഏറ്റവും ഫ്ലഷിംഗ് പ്രോസസ്സിലേക്ക്, അതായത് തടയണ കെട്ടി നിർത്തി വെള്ളം അല്പം ശേഖരിച്ച ശേഷം വളരെ വേഗത്തിൽ അത് പമ്പ് ചെയ്ത് തൊട്ടപ്പുറത്തേക്ക് വിടുക എന്നുള്ളൊരു പ്രക്രിയ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി ഫയർഫോഴ്സിൻ്റെ തന്നെ പൈപ്പുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് അതേ മലിനജല ഇപ്പോഴും മണിക്കൂറുകളായി തുടരുന്ന അതേ മലിനജലത്തിൽ തന്നെ സ്ക്യൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ള അഗ്നിസേന അകത്തിറങ്ങി ഇപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. അത് ഇപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ തടയണ കെട്ടി ആ മാൻഹോളിനകത്ത് ഉള്ള വെള്ളം ശേഖരിച്ചതിന് ശേഷം അത് ഇവിടെ നിന്നും പുറത്തേക്ക് ഇതിൻ്റെ എക്സിറ്റിലേക്ക്, തോടിൻ്റെ തുടക്കത്തിൽ നിന്നും റെയിൽവേ കഴിയുന്ന എക്സിറ്റിലേക്ക് ഒഴുക്കി വിടുക. അങ്ങനെയെങ്കിൽ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ആ പരീക്ഷണം 100% വിജയിക്കുമെന്നൊരു പ്രതീക്ഷയൊന്നും അവർക്കില്ല. കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാരണം മനുഷ്യസാധ്യമായതെല്ലാം ഒരു മനുഷ്യന് വേണ്ടി കഴിഞ്ഞ മണിക്കൂറുകളായി ഇവർ ചെയ്യുകയായിരുന്നു. അതിൽ അഗ്നിരക്ഷാ സേനയുണ്ട്, അതിൽ തന്നെ സ്ക്യൂബ ഡൈവിംഗ് ടീമിന് പ്രത്യേക വിഭാഗമുണ്ട്, NDRF സംഘമുണ്ടായിരുന്നു, നഗരസഭാ ജീവനക്കാരുണ്ടായിരുന്നു, ശുചീകരണ തൊഴിലാളികളുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, ആരോഗ്യ സംവിധാനം ഉണ്ടായിരുന്നു, അങ്ങനെ റെയിൽവേ ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെ സംവിധാനങ്ങൾ പരമാവധി ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് അങ്ങേയറ്റം സങ്കടകരമായി തന്നെ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ ഇത്രയായിട്ടും ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ വലിയ ഇരുട്ടിലേക്ക് പോയാൽ പൂർണ്ണമായും ഈ ശ്രമം ഇന്നത്തെ ദിവസവും വീണ്ടും നിർത്തിവെക്കേണ്ട സ്ഥിതി ഉണ്ടാവും. നിലവിൽ നാവികസേനയുടെ ഒരു ടീം സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.